അടിക്കടി എന്ന കണക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ പുത്തിരിയല്ലെങ്കിലും ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി നിമിഷങ്ങൾക്കകം എതിരാളികളെ കൊലപ്പെടുത്തുന്നതിൻ്റെ ഉദാഹരണമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസനും പാലക്കാട്ടെ ശ്രീനിവാസനും. 2021 ഡിസംബർ 18 SDPI നേതാവ് കൊല്ലപ്പെടുന്നു. നേരം പുലരുന്നതിന് മുമ്പേ തന്നെ BJP നേതാവും കൊല്ലപ്പെട്ടു. പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിനെ കൊലപ്പെടുത്തിയ 24 മണിക്കൂറിനുള്ളിലാണ് RSS മുൻ പ്രചാരക് ശ്രീനിവാസനെ കൊലപ്പെടുന്നത്. ഈ രണ്ട് കൊലപാതകങ്ങളും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. രഞ്ജിത്ത് കേസിൽ 2021 ഡിസംബർ 22 ആലപ്പുഴ ഡിവൈഎസ്പി NR ജയരാജന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 2022 മാർച്ച് 18 15 പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രവും സമർപ്പിച്ചു. ഏപ്രിൽ 23 അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നത് 2022 ഏപ്രിൽ 26 പ്രതികളുടെ ആവശ്യം വന്നതിനെ തുടർന്ന് ഒക്ടോബർ മാസത്തിൽ വിചാരണ മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ശക്തമായ പോലീസ് സുരക്ഷയിലായിരുന്നു സാക്ഷികളുടെ വിസ്താരം. ഇതിനിടയിൽ വിചാരണ നടപടികൾ ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. 41 ദിവസം നീണ്ടുനിന്ന 156 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായതിനു പിന്നാലെ പ്രതികളെ കോടതി ചോദ്യം ചെയ്ത് 6000-ഓളം പേജുകളിലായി വിവരങ്ങളും രേഖപ്പെടുത്തി. ഡിസംബർ മാസം 15 കേസിന്റെ അന്തിമവാദവും പൂർത്തിയായതിനു പിന്നാലെയാണ് നിർണായകമായ വിധി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.